എന്ന് പറയുമ്പം മാമ എനിക്ക് എന്നാ പറഞ്ഞാൽ ചിരിക്കണ്ടേ എന്ന് ഞാൻ തിരിച്ചു വയ്ക്കുമ്പം പറയും, ചിരിക്കാനുണ്ടായിരുന്നതാ, ഒരുപാട് ചിരിക്കാനുള്ളതാണ് ഈ ലോകം എന്ന് പറയും. പക്ഷെ മാമിലൂടെ ഞാൻ കണ്ടത് മാതാവിനെ തന്നെയാണ്. ഇന്ന് ഒക്ടോബർ 3 ആയപ്പോൾ ഒരു മാസമായി ഉടമ്പടിയുടെ. ഒക്ടോബർ 3 കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച ആയപ്പം എൻ്റെ കൂട്ടുകാർ വന്ന് വീടിൻ്റെ പ്ലാൻ തന്നു എൻ്റെ കയ്യിൽ. 2 മുറി, ഹാള്, ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ, കിച്ചൺ, ബാത്റൂം, ഇത്രയുള്ളൊരു പ്ലാൻ എൻ്റെ കയ്യിലേക്ക്, ഇതാണ് നിൻ്റെ വീടിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിത് മതി. എനിക്ക് വേണ്ടിയിരുന്നത് മഴ പെയ്താൽ ചോരാത്തൊരു വീട്, കിടന്നുറങ്ങാനൊരു കാല് നിവർത്തി, എനിക്ക് കാല് നീളത്തിൽ നമുക്കൊന്ന് കിടന്നുറങ്ങാനുള്ളൊരു സ്ഥലം, അത്രയും മതിയായിരുന്നു എനിക്ക് ഈ ഭൂമിയിൽ. പിതാവ് പറഞ്ഞിട്ടില്ലേ, പറവകൾക്കും എന്താ ബൈബിൾ, എനിക്കറിയില്ല, ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും എനിക്ക് അറിയില്ല. നമുക്ക് ഭൂമിയിൽ 6 അടി മണ്ണ് വേണമെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അത്ര ഒരു സ്ഥലം മതിയായിരുന്നു. അത്രയും ഞാൻ ഈ ഭൂമിയിൽ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിന്നേ നശിച്ചതാണ്. സ്വപ്നങ്ങളില്ല ഇപ്പോഴും. പക്ഷേ എൻ്റെ മക്കളിൽ എനിക്ക് സ്വപ്നങ്ങൾ തന്നു തുടങ്ങി, എൻ്റെ കൂട്ടുകാർ തന്നു തുടങ്ങി, ടിജിതാമാം തന്നു തുടങ്ങി.